അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാനിൻ്റെ 4 ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. 5-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ നോമ്പുകാരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുക. നാളെ ആഖിറത്തിൽ എല്ലാ മനുഷ്യരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അല്ലാഹു തആല വിളിച്ചു ചോദിക്കും, ഐന സ്വാഇമൂൻ, എനിക്ക് വേണ്ടി തൃപ്തിയോടെ നോമ്പനുഷ്ഠിച്ചവർ എവിടെ? തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നോമ്പനുഷ്ഠിച്ചവർ എവിടെ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള നോമ്പുകാർ മാത്രം എഴുന്നേറ്റ് പടച്ചവൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു സ്വർഗീയ കവാടമുണ്ട്. അതിൻ്റെ പേരാണ് റയ്യാൻ എന്ന് പറയുന്ന കവാടം. അത് നോമ്പുകാർക്ക് മാത്രമായി തുറന്നു കൊടുക്കുന്നതാണ്. ആ വിഭാഗത്തിൽ നമുക്കിടം പിടിക്കാൻ കഴിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം ചർച്ച ചെയ്തിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി നോമ്പ് പിടിക്കുകയും അതോടൊപ്പം പാഴായ സംസാരങ്ങളും പാഴായ പ്രവർത്തനങ്ങളും ഒഴിവാക്കുകയും ചെയ്യണം. നമ്മൾ സാധാരണ റമദാനാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് സംസാരങ്ങളുണ്ടാകും. ആ സംസാരം ഒരുപക്ഷെ പരദൂഷണമാകാം, ഏഷണിയാകാം. അതെല്ലാം നമ്മുടെ അമലുകളെ, റമദാനിൽ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യദ്അ ഖൗല സൂർ, മോശമായ സംസാരങ്ങളെ ഒഴിവാക്കിയില്ലെങ്കിൽ, വൽ അമല ബിഹി, മോശമായ ചെയ്തികളെ, പ്രവർത്തനങ്ങളെ നോമ്പുകാരൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദ്അ തുആമഹു വശറാബ. പ്രവാചകൻ പറയാണ്, ഏകദേശം 13 മണിക്കൂറിലേറെ ആഹാരം ഒഴിവാക്കി, വെള്ളം ഒഴിവാക്കി, വിചാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞുകൂടുന്നതിലൂടെ ആ നോമ്പ് കൊണ്ട് ഒരു പ്രയോജനവും അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ലഭ്യമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് റമദാനിൻ്റെ പവിത്രത എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് നല്ലത് മാത്രം പറഞ്ഞ് നല്ലത് മാത്രം ചെയ്ത് ഈ വിശുദ്ധമായ റമദാനിനെ ധന്യമാക്കിയെടുക്കുന്നതിൽ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.